ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം GST ആക്ട് പ്രകാരം പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ആ സപ്ലയറുടെ ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് അയാൾ ടാക്സ് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് അയാളെ കയ്യിൽ വേണ്ടി വരും, അതല്ലെങ്കിൽ അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്തത് വേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പലതരത്തിലെ ബില്ലുകൾ ഉണ്ടാവും, അതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഹെഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷുഡ് മെയിൻറ്റെയിൻ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ഹിസ് ബിസിനസ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ആക്ട് അറ്റ് ഹിസ് പ്രിൻസിപ്പൽസ് പ്ലേസ് ഓഫ് ബിസിനസ്. GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾ, രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എങ്കിൽ ആ ബിസിനസ്സിൽ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ്, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് GST ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് മോർ ദാൻ വൺ പ്ലേസ് ഓഫ് ബിസിനസ്. രജിസ്റ്റേർഡ് പേഴ്സണിന് ഒരു ബിസിനസ് മാത്രമല്ല, അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ഈച്ച് പ്ലേസ് ഷാൾ ബി കെപ്റ്റ് അറ്റ് സച്ച് പ്ലേസസ്. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് അക്കൗണ്ട് വേണം. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺസ് പല ഭാഗത്ത് പല ബ്രാഞ്ചുകളായിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലെ അക്കൗണ്ട് അതത് പ്ലേസിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആണെങ്കിലും ശരി, ബ്രാഞ്ചസിലാണെങ്കിലും ഒക്കെ അവിടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അതുമായി ബന്ധപ്പെട്ട GSTയുമായി ബന്ധപ്പെട്ട ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് പറയുന്നത്. അതായത് GST ആക്ടിൻ്റെ പ്രൊവിഷനാണ്, അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് പറയാണ്, GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷ്യൂർസ് കംപ്ലൈൻസ് ഓഫ് ദി ആക്ട് ത്രൂ സ്ക്രൂട്ടിനിറ്റി ഓഫ് റിട്ടേൺസ്, ഓഡിറ്റ് ഓർ ഇൻവെസ്റ്റിഗേഷൻ. GST ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓരോ GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളും അദ്ദേഹം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, GST ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്താൽ മതി, വെരിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മതി അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തിയാൽ മതി, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാക്കിയാൽ മതി. ഓഡിറ്റ് ചെയ്യണം. അതായത് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിനേക്കാൾ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, CAക്കാരെ കൊണ്ടോ അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റുമാരെ കൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓഡിറ്റ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ തന്നെ GST ഡിപ്പാർട്ട്മെൻറ്റിന് ഉറപ്പുവരുത്താൻ പറ്റും ഇവർ കറക്റ്റായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്, GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷ്യൂർസ് കംപ്ലൈൻസ് ഓഫ് ദി ആക്ട് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്. നമ്മൾ എന്താണ് GST റിട്ടേൺ ഫയൽ ചെയ്യൂലേ, ആ റിട്ടേൺ ഫയൽ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് ആര് എൻഷ്യൂർ ചെയ്യണം, GST ഡിപ്പാർട്ട്മെൻറ്റ് എൻഷ്യൂർ ചെയ്യണം. ഓഡിറ്റ് ചെയ്യിപ്പിക്കണം, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓക്കെ, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ട്രേഡർ ടു ഗെറ്റ് ഹിസ് ബുക്ക് ഓഫ് അക്കൗണ്ട് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ബൈ എ കോസ്റ്റ് അക്കൗണ്ടന്റ്. അതായത് ഒരു ട്രേഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ലീഗലി അദ്ദേഹം നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒന്നാണെന്ത്, ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ഓഡിറ്ററെ കൊണ്ട്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ടോ അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റിനെ കൊണ്ടോ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞാൽ, ആർക്കാണ് ഇഫ് ദ ആനുവൽ ടേൺ ഓവർ എക്സീഡ് സ്പെസിഫൈഡ് ലിമിറ്റ്. ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് പറയുന്നുണ്ട്, ആ ലിമിറ്റിനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഉണ്ടെങ്കിലാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടത്. അപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഓരോ വർഷവും എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ് ലിമിറ്റിനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉള്ളവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യിപ്പിക്കുകയും. ആരാണ് ഓഡിറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റുമാരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ്.
ഇനി നമ്മൾ ഇതിൽ പഠിക്കേണ്ടതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരമുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട്. ഓരോ രജിസ്റ്റേർഡ് പേഴ്സൺസും നിയമപരമായിട്ട് നിയമപ്രകാരം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഓരോന്നോരോന്നായി നമ്മൾ ഡിസ്കസ് ചെയ്യണം. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് ഈസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. എന്ത് ഗുഡ്സാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്, അതിൻ്റെ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് അവരെ കയ്യിൽ വേണം. അതായത് പറയുന്നത്രേ ഉള്ളൂ, GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. അല്ല, ആദ്യം എന്താ പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഏത് സ്ഥാപനമാണെങ്കിലും GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിന്നിട്ടും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ആ സർട്ടിഫിക്കറ്റ് വേണം. രണ്ടാമത്തതോ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. എന്തൊക്കെ ഗുഡ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. മറ്റൊന്ന് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇങ്ങോട്ട് വന്നതും നമ്മുടെ സ്ഥാപനത്തിലേക്ക് പുറത്തേക്ക് പോയതുമായി ബന്ധപ്പെട്ട, നമ്മൾ വിറ്റതും വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. മറ്റൊന്ന് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, നമ്മുടെ സ്ഥാപനത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. മറ്റൊന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും പറഞ്ഞതാണ്, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കി അധികം അടച്ച എമൗണ്ട് ആണ് എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ഉണ്ട് ഇതിൻ്റെ റെക്കോർഡ്. ഔട്ട്പുട്ട് ടാക്സ് പേബിൾ, ഇനി എത്ര രൂപ നമ്മൾ ടാക്സ് അടക്കാനുണ്ട്, എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്. അപ്പോൾ പ്രധാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്തൊക്കെയാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വേണം. അതോടൊപ്പം തന്നെ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്. രണ്ടാമത്തതോ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. മൂന്നാമത്തതോ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. നാലാമത്തതോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്. അഞ്ചാമത്തതോ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ആൻഡ് പെയ്ഡ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രൊവിഷനിൽ പറയുന്നത്, അവർ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട്സുകളെ എണ്ണി പറഞ്ഞു. രണ്ടാമത്തെ നോക്ക്, എവരി ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് വെയർഹൗസ് ഓർ ഗോഡൗൺ ഷാൾ മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് കൺസൈനി ആൻഡ് അതർ ഡീറ്റെയിൽ. അതായത് ഏതെങ്കിലും ഒരു ഓണർ, രജിസ്റ്റർ ചെയ്തുള്ള ഒരു ഓണർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും വെയർഹൗസോ ഗോഡൗണൊക്കെ ഉണ്ടെങ്കിൽ ആ വെയർഹൗസിലേക്ക് സാധനങ്ങൾ വന്നതും ആ വെയർഹൗസിൽ നിന്ന് സാധനങ്ങൾ പോയതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊടുക്കുന്ന ആൾ, അത് കിട്ടുന്ന ആളാണ് കൺസൈനി. അവരുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ്, ഇത് എക്സ്പോർട്ടാണോ അതോ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കാണോ പോയിട്ടുള്ളത്, അത് എക്സംപ്റ്റഡ് സപ്ലൈറ്റാണോ പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഒരു വെയർ ഹൗസറുടെ കയ്യിലുണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഒരു വെയർ ഹൗസർ അല്ലെങ്കിൽ ഗോഡൗൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ നോക്ക്, ദ കമ്മീഷണർ മേ നോട്ടിഫൈ എ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അഡീഷണൽ അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്സ് ആസ് മേ ബി സ്പെസിഫൈഡ്. അതായത് GSTയുടെ കമ്മീഷണർ പറയാണ്, ഇന്ന അക്കൗണ്ട്സ് ഒക്കെ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡീഷണലി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നിപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ്, നാളെ മുതൽ നിങ്ങൾ ഈ ഒരു റെക്കോർഡ് കൂടി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അതുകൂടി നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് മൂന്നാമത് പറയുന്നത്, കമ്മീഷണർ മേ നോട്ടിഫൈ എ ക്ലിയർ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അഡീഷണൽ അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്സ് ആസ് മേ ബി സ്പെസിഫൈഡ്. ഏതാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് അഡീഷണലി മെയിൻറ്റെയിൻ ചെയ്യണം. 3 പോയിന്റ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് എന്തൊക്കെ ആദ്യം മെയിൻറ്റെയിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വേറെ അക്കൗണ്ട്സും, പിന്നെ ഒരു വെയർ ഹൗസർ ആണെങ്കിൽ അവർ കീപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ, പിന്നെ കമ്മീഷണർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത്. ഓക്കെ, നാലാമത്തെ ഒരു പ്രൊവിഷനാണ്, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ whose turnover during a financial year exceeds prescribed limit shall get his accounts audited by a CA or cost account. നമ്മളെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ
അവരെന്ത് ചെയ്യണം? കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടോ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് 4ാമത്തെ പ്രൊവിഷൻസ്. അതായത് സ്പെസിഫൈഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് CAക്കാരോ അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അവരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി മറ്റൊന്ന് പഠിക്കാനുള്ളതാണ് റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ്. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീറ്റെയിൻ ചെയ്യുക, കൈവശം വെക്കുക എന്നുള്ളതാണ് അല്ലേ? റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ്. അതായത് റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ് പറയുന്നത് നമ്മൾ ഏതെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 72 മാസം നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്, നമ്മുടെ കൈവശം തന്നെ വെക്കേണ്ടതുണ്ട്. അത് നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂ ആയി, മാർച്ച് 15-ാം തീയതി റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൻ്റെ ഡ്യൂ ഡേറ്റ് വന്നു. ആ ഡേറ്റ് വന്നത് മുതൽ 72 മാസം വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യഥാസമയം എന്ത് ചെയ്യണം? ഓരോ സമയത്തും അത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം. അതെന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിച്ച് കളയാൻ പാടില്ല. 72 മാസം കഴിഞ്ഞാൽ പിന്നെ നശിപ്പിച്ച് കളയാം. പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. അതാണ് റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ് പറയുന്നത്. നോക്കിക്കോ, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ who is required for keeping and maintaining books of account or other records in accordance with the provisions of GST Act. GST Act പ്രകാരം ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ? അത്തരം ആളുകൾ ഷാൾ റീറ്റെയിൻ ദം അണ്ടിൽ 72 months ഫ്രം ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ആനുവൽ റിട്ടേൺ ഫോർ ദി ഇയർ പെർട്ടൈനിങ് ടു സച്ച് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അതായത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം 72 മാസത്തോളം എന്ത് ചെയ്യണം? ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അവർ ആ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്. ആരാണ്? രജിസ്റ്റേർഡ് പേഴ്സൺസ്. ആരൊക്കെയാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് അവരെല്ലാം എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 72 മാസം അത് അവരുടെ കയ്യിൽ തന്നെ വെക്കണം. പിന്നീട് നശിപ്പിച്ചാലും കുഴപ്പമില്ല. മറ്റൊന്നെന്താണ്? കോൺസിക്വൻസസ് ഓഫ് നോട്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ GST ആക്ട് പ്രകാരം എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓരോ റെക്കോർഡ്സും യഥാസമയം കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? എന്നാൽ ഓരോ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളും ചെയ്തില്ല, പ്രോപ്പർ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കോൺസിക്വൻസ് ഇത്രയേ ഉള്ളൂ. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺസ് അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ടാക്സ് ലയബിലിറ്റി കണക്കാക്കും. ഇത്ര ഉണ്ടാവാം എന്ന് വെച്ചുകൊണ്ട് വലിയ എമൗണ്ട്, വലിയൊരു ടാക്സ് ലയബിലിറ്റി കണക്കാക്കും. എന്നിട്ടോ ആ ടാക്സ് ലയബിലിറ്റി കണക്കാക്കി ആ എമൗണ്ടും അടയ്ക്കേണ്ടി വരും, അതോടൊപ്പം തന്നെ പെനാൽറ്റിയും ആ രജിസ്റ്റേർഡ് പേഴ്സണ് അടയ്ക്കേണ്ടി വരും. അപ്പം എന്താണ്? പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തില്ല. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടാക്സ് ലയബിലിറ്റി കണക്കാക്കും. ആ ടാക്സ് ലയബിലിറ്റി കണക്കാക്കി ആ എമൗണ്ട് ഈ രജിസ്റ്റേർഡ് പേഴ്സണോട് അടക്കാനും പറയും, അതോടൊപ്പം തന്നെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും അതല്ലെങ്കിൽ പെനാൽറ്റിയൊക്കെ അതിൻ്റെ കൂടെ അടക്കാനും പറയും. അതാണ് അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നത്. നോക്കിക്കോ, ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഫെയിൽസ് ടു മെയിൻറ്റെയിൻ ദി റിക്വയർഡ് ഡോക്യുമെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഗുഡ്സ് ഓർ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല, അയാൾ എന്ത് ചെയ്തു? അതിൽ ഫെയിൽ ആയെങ്കിൽ the proper officer shall determine the tax liability on goods or services that are not accounted. അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യും? അതിൻ്റെ പ്രോപ്പർ ഓഫീസർ, അതായത് GST ഓഫീസർ എന്ത് ചെയ്യും? കണക്കാക്കും. ആസ് വി സച്ച് ഗുഡ്സ് ഓർ സർവീസ് ആർ ബീൻ സപ്ലൈഡ് ബൈ സച്ച് പേഴ്സൺസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി കണക്കാക്കുക. എന്നിട്ട് പറയുകയാണ്, ടാക്സബിൾ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പേ ദ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റഡ് ബൈ ദി ഓഫീസേഴ്സ് ആസ് മെൻഷൻഡ് എലോങ് വിത്ത് പെനാൽറ്റി. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? ഇനി ടാക്സ് എത്രയാണ് ഇയാൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ആ എമൗണ്ടും അടക്കണം പ്ലസ് പെനാൽറ്റിയും അടക്കണം. അതാണ് കോൺസിക്വൻസസ്. യഥാസമയം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ടാക്സ് ലയബിലിറ്റി കണക്കാക്കി ആ ടാക്സ് ലയബിലിറ്റിയും പെനാൽറ്റിയും ഈ രജിസ്റ്റേർഡ് പേഴ്സണെ കൊണ്ട് അടപ്പിക്കുകയാണ് കോൺസിക്വൻസസ് ഓഫ് നോട്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷന്, പിന്നെ അതിൻ്റെ പ്രൊവിഷൻസ്
നമ്മൾ പഠിച്ചു, 4 പോയിന്റ് പ്രൊവിഷൻസ് പഠിച്ചു. പിന്നെ റിട്ടൻഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, കോൺസിക്വൻസസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. അക്കൗണ്ട്സ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഫുള്ള് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.